ഡബിൾ തന്ത സിൻഡ്രോം, സോറി ഡബിൾ അല്ല, മൾട്ടി തന്ത, മൾട്ടി ഫാദർ സിൻഡ്രം ബാധിച്ച ഒരു കൂട്ടരെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഡബിൾ എന്ന് പറയുമ്പോൾ രണ്ടാളല്ലേ ഉണ്ടാവുള്ളൂ. ഇത് മൾട്ടിപ്പിൾ ആകുമ്പോൾ എത്രയും ആവാം അല്ലേ? എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് പോലും കണ്ടുപിടിക്കാൻ കഴിയില്ല, തന്ത ആരാണെന്ന് കണ്ടുപിടിക്കാൻ പോലും സാധിക്കാത്ത വിധം ഉള്ള ഒരു പ്രതിഭാസം. അതാണ് മൾട്ടി തന്ത സിൻഡ്രം എന്ന് പറയുന്നത്. ഇന്നലെ കക്കൂസ് തുടക്കാൻ വെള്ളമില്ലെങ്കിൽ, അല്ലെങ്കിൽ വെള്ളമുണ്ടെങ്കിൽ പോലും വെള്ളത്തെക്കാളുമൊക്കെ കക്കൂസ് തുടക്കാൻ അനുയോജ്യമായ ദേശാഭിമാനിയിൽ വന്ന ഒരു വാർത്തയാണ്. എന്താണ് ആ വാർത്ത? MSC ഗ്രൂപ്പ് 49% ഓഹരിയെടുക്കും. വിഴിഞ്ഞത്ത് 13,000 കോടിയുടെ നിക്ഷേപം. LDF സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ വിജയമാണ് വിദേശ നിക്ഷേപം. ഇന്നലത്തെ വാർത്തയാണ്. അതായത് ജൂലൈ 1-ാം തീയതി ദേശാഭിമാനിയിൽ വന്ന വാർത്ത. ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിൽ വന്ന വാർത്തയാണത്. രാജ്യത്ത് തുറമുഖ മേഖലയിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപം വിഴിഞ്ഞത്തേക്ക് 13,000 കോടി രൂപയുടെ നിക്ഷേപമാണ് വരുന്നത്. അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ 49% ഓഹരികൾ ലോകത്തെ വലിയ ഷിപ്പിംഗ് കമ്പനികളിൽ ഒന്നായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി MSC വാങ്ങുന്നതോടെയാണിത്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയ മുൻ LDF സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ വിജയം കൂടിയാണ് വിദേശ നിക്ഷേപം. സർക്കാർ നടത്തിയ വിഴിഞ്ഞം കോൺക്ലേവിൽ MSC പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. UDF സർക്കാർ ഒപ്പിട്ട കരാറിൽ പദ്ധതി 2045 പൂർണ്ണമാക്കാനായിരുന്നു വ്യവസ്ഥ. എന്നാൽ LDF സർക്കാരാണ് കരാർ വ്യവസ്ഥ മാറ്റി പദ്ധതി പൂർത്തീകരണം 17 വർഷം നേരത്തെയാക്കി 2028 ഡിസംബറിൽ പൂർത്തിയാക്കാൻ വ്യവസ്ഥയാക്കിയത്. എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം പദ്ധതിയുമായി കരാർ ഒപ്പിട്ടപ്പോൾ, ആരൊപ്പിട്ടപ്പോൾ? ബഹുമാന്യനായ ഉമ്മൻചാണ്ടി ഒപ്പിട്ടപ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളം കണ്ട നമ്പർ 1 ഉഡായിപ്പ് അന്ന് ഇതേ തീട്ടം തുടക്കുന്ന ദേശാഭിമാനിയിൽ എന്തെഴുതി? 6,000 കോടി രൂപയുടെ കൊള്ളയാണ് എന്നെഴുതി. മനസ്സിലായില്ലേ? എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ ആ പദ്ധതി കരാർ ഒപ്പിട്ടു, പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങി, പദ്ധതി നടപ്പിലാക്കി, പദ്ധതി യാഥാർത്ഥ്യമാക്കി. അപ്പോൾ പിണറായി വിജയൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. 6,000 കോടി രൂപയുടെ കൊള്ളയായ, കടൽ കൊള്ളയായ വിഴിഞ്ഞം പദ്ധതിയുടെ തന്ത ഞാനായി. അപ്പോൾ കേരളക്കാർ ചോദിച്ചു പിണറായി വിജയനോട്, ജനിപ്പിച്ച വിവേകിൻ്റെയും വീണയുടെയും തന്തയായ പോരെ, വിഴിഞ്ഞത്തിൻ്റെ തന്തയാകണോ എന്ന് ചോദിച്ചു. പിണറായി വിജയൻ പറഞ്ഞു, എടോ ഞാനാണ് തന്ത, എട്ടുകാലി മമ്മുഞ്ഞിയെ പോലെ ഞാനാണ് തന്ത. അങ്ങനെ പിണറായി വിജയൻ എവിടെ നിന്നിറങ്ങി? അധികാരത്തിൽ നിന്നിറങ്ങി അല്ല, കേരളത്തിലെ ജനം അടിച്ചിറക്കി, കാർക്കിച്ച് തുപ്പി മുഖത്ത് വിജയൻ്റെ ഇറക്കി വിട്ടു. അങ്ങനെ ഇന്നലെ ഈ അദാനി കമ്പനി, അദാനി പോർട്ട്, അദാനിയുടെ ഉടമസ്ഥതയിലുള്ള അവരുടെ ഓഹരി വിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ദേശാഭിമാനി 13,000 കോടിയുടെ നിക്ഷേപം. തന്ത വിജയൻ തന്നെ. ആരൊക്കെ കയറി ഉണ്ടാക്കിയാലും തന്ത വിജയൻ തന്നെ. തന്ത വിജയൻ തന്നെ. ഇന്നലെ എഴുതി ഇന്ന് രാവിലെ ആയപ്പോൾ മാറ്റി. എന്താ മാറ്റിയത്? ഇന്ന് രാവിലെ, അതായത് 1-ാം തീയതി തന്ത വിജയനാണെന്ന് പറഞ്ഞു. 2-ാം തീയതി ആയപ്പോൾ തന്ത വിജയനല്ല, DNA ടെസ്റ്റ് നടത്തി. ആര്? മഞ്ഞപ്പത്രം, തീട്ടം തുടക്കുന്ന മഞ്ഞപ്പത്രം എന്ത് ചെയ്തു? ഈ പറയുന്ന DNA ടെസ്റ്റ് നടത്തിയിട്ട് പറഞ്ഞു, അല്ല, വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ ആശങ്കയുണ്ട് എന്നാക്കി. ഇന്നലെ പറഞ്ഞത് LDF സർക്കാരിൻ്റെ ദീർഘവീക്ഷണം. അതാണ് ഞാൻ പറഞ്ഞത്. എന്ത്? ഇത് ഡബിൾ തന്ത സിൻഡ്രം അല്ല. ഡബിൾ തന്ത്ര സിൻഡ്രം ആണെങ്കിൽ 2 തന്തമാരേ ഉണ്ടാവുള്ളൂ. സംഭവം അത് ബയോളജിക്കലി
കറക്റ്റല്ല. ഇവൻ എന്തോ ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. നമ്മൾ പറയുമല്ലോ ഒറ്റത്തന്തക്കുണ്ടായവൻ. ഇത് ഒറ്റത്തന്തക്കല്ലടോ, ഇത് മൾട്ടിപ്പിൾ തന്തയുടെ സന്തതിയാ. മനസ്സിലായില്ലേ? ആരാണ് തന്ത എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം വന്നു കയറിയവരുടെ എണ്ണം അത്രത്തോളമാ. അതാണ് ഈ മൾട്ടിപ്പിൾ തന്ത സിൻഡ്രം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. മഞ്ഞപ്പത്രക്കാരൻ്റെ ഇത് ഈ ഗതികേടുണ്ടല്ലോ, എന്ത് ചെയ്യാനാ? ഇങ്ങനെയും തീട്ടം നക്കാനായിട്ട് വിധിക്കപ്പെട്ട ഒരു കൂട്ടം ആളുകൾ എന്ത് പറഞ്ഞാലും ന്യായീകരിച്ചോളണം, എന്ത് പറഞ്ഞാലും വെള്ളം തൊടാതെ വിഴുങ്ങിക്കൊള്ളണം. അതിനായിട്ട് കുറേ എണ്ണം. മനസ്സിലായില്ലേ? ഇതിനെയാണ് ആര് പറഞ്ഞത്? വി.ഡി. സതീശൻ പറഞ്ഞത് ലെഫ്റ്റ് ജാർഗൻസ്. ഇന്നലെ ഈ വിഷയം വന്നപ്പോൾ, അതായത് ഇന്നലത്തെ പത്രം വരുന്നത് മെനിഞ്ഞാന്ന് രാത്രി അടിച്ചതാണല്ലോ. അപ്പം മെനിഞ്ഞാന്ന് രാത്രി അടിച്ചപ്പോൾ അടിച്ച് കയറ്റി തന്തയാവാൻ, അഡ്വാൻസായിട്ട് തന്തയാവാൻ, പെറുന്നതിന് മുമ്പേ തന്തയാവാനുള്ള ശ്രമം. പെറ്റ് കഴിഞ്ഞിട്ട് DNA ടെസ്റ്റ് നടത്തിയിട്ട് തന്തയായ പോരെ? പറ്റൂല. പെറുന്നതിന് മുമ്പേ തന്തയാവാനുള്ള ശ്രമം പിണറായി വിജയൻ. ഇത് പുറത്ത് വന്നപ്പോൾ കണ്ടപ്പോൾ ഇതെൻ്റെതല്ല. പെറ്റപ്പോൾ കുട്ടിയെ പെറ്റ് പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ പറയാണ്, ബാറ്റിലുണ്ടായപ്പോൾ തന്ത ഞാനായിരുന്നു, പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തന്തയല്ല, ഞാൻ കയറിയിട്ടില്ല എന്നാണ് വിജയം പറയുന്നത്. ആലോചിക്കണം നിങ്ങൾ. അപ്പം എന്താ സംഭവം? എന്ത് കിട്ടിയാലും പിണറായി വിജയൻ്റെ തലയിൽ. എടോ സഖാക്കളെ, നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ? എന്ത്? ഈ വിജയനെ കേരളത്തിലെ ജനം അടിച്ച് മൂലക്കിരുത്തിയിരിക്കുക. ഇപ്പോൾ നിയമസഭയിൽ പോയി ഇരുന്നാൽ പോലും വിജയന് പോലും ഒരു ശുഷ്കാന്തിയില്ല. എന്തെങ്കിലും ചോദിക്കണം, എന്തെങ്കിലും പറയണം എന്നൊന്നും വിജയന് പോലും തോന്നുന്നില്ല. നിങ്ങൾ സഖാക്കൾക്ക് തോന്നുന്നത് പോലും വിജയന് തോന്നുന്നില്ല. കാരണം മൂപ്പർക്ക് മതിയായിട്ടുണ്ട്. എന്തിനാ ഇനിയും മൂപ്പര തലയിലേക്ക് കെട്ടിവെക്കുന്നത്? ഇനി ഇതൊക്കെ ദീർഘവീക്ഷണം, LDF സർക്കാരിൻ്റെ ദീർഘവീക്ഷണം ആയതുകൊണ്ട് വി.ഡി. സതീശനെ പിടിച്ച് താഴെറക്കിയിട്ട് ആ കസേരയിൽ പിണറായി വിജയൻ ഇരിക്കും നിങ്ങൾ കരുതുന്നുണ്ടാ? എന്തൊരു ഗതികേടാണോ നിങ്ങളുടേത്? പച്ച നുണ വിളിച്ചു പറയാൻ ഒരു ഉളുപ്പ് അതുണ്ടോ? അതില്ല. അതല്ലെങ്കിലും അങ്ങനെ ഉണ്ടാകാനാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആരാൻ്റെ കുട്ടീൻ്റെ തന്തയാവാൻ ശ്രമിക്കുന്നവന്, ഉളുപ്പില്ലാത്തവന് പിന്നെ പച്ച നുണ പറയുമ്പോൾ ഉളുപ്പുണ്ടാവുമോ? പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ജീവിതത്തിൽ ഇവരെ തൊട്ട് തീണ്ടിയിട്ടില്ലെന്നേ. അത് അങ്ങനെ ഒരു വർഗമാണ്, ഒരു സ്പെഷ്യൽ. ഇത് ലോകത്ത് ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ വർഗത്തിൽ പെടുന്നത്. ഈ പറയുന്ന കേരളത്തിൽ മാത്രമേ ഇത്തരം ഒരു എന്താ പറയേണ്ട സ്പീഷ്യസ് കേരളത്തിൽ അപൂർവ ഇനം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? വംശനാശ ഭീഷണി നേരിടുന്ന എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ നിങ്ങൾ കേട്ടില്ലേ? അതുപോലെ ലോകത്ത് തന്നെ വളരെ റയർ സ്പീഷ്യസാ ഇത്. കേരളത്തിൽ ഒന്നേ ഉള്ളൂ, അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇത്തരം അടിമകൾ, ഗതികെട്ട വർഗങ്ങൾ, ജീവിതം കൊണ്ട് ഒരു ഉപകാരവുമില്ലാത്ത, കോമൺ സെൻസ് എന്ന് പറയുന്നത് തൊട്ടി തീണ്ടിയിട്ടില്ലാത്ത, എന്ത് കണ്ടാലും കാള പറ്റിയെന്ന് കേൾക്കുമ്പോഴത്തിന് കയറെടുക്കും. വിവരമുണ്ടോ? അതില്ല. വിദ്യാഭ്യാസം ഉണ്ടോ? അതില്ല. പിന്നെ എന്താ ഉള്ളത്? എല്ലില്ലാത്ത ഒരു നാവുണ്ട്, എങ്ങനെയും വളക്കാൻ പറ്റും. ആ നാവ് കൊണ്ട് എന്തേ പറയുള്ളൂ? പച്ച നുണ മാത്രമേ പറയുള്ളൂ. അതാണ് ഇവറ്റകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്നലെ ഇറങ്ങിയ പത്രത്തിൽ LDF സർക്കാരിൻ്റെ ദീർഘവീക്ഷണം. ഇന്നിറങ്ങിയ പത്രത്തിലോ വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ ആശങ്ക, സംസ്ഥാന താല്പര്യം ഹനിക്കരുത്. ആരാ പറയുന്നത്? പിണറായി വിജയൻ പറഞ്ഞിട്ടുമാണത്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സതീശൻ വിജയൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നിങ്ങളുടെ നയങ്ങളും നിങ്ങളുടെ രീതികളും നിങ്ങളുടെ സമീപനങ്ങളും നടപ്പിലാക്കാൻ വേണ്ടിയല്ല ജനം ഞങ്ങളെ തെരഞ്ഞെടുത്ത് ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. സമീപനങ്ങളും നയങ്ങളും നിലപാടുകളും പ്രവൃത്തികളും എൻറ്റയർലി ഡിഫറൻ്റ് ആണ് എന്ന് എത്ര തവണ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ? ഇനിയും ഈ അഭിപ്രായം പറയാൻ നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ,
നമ്മളിപ്പം പറയുമല്ലോ, നമുക്ക് വിലയില്ലാത്തടത്ത് അല്ലെങ്കിൽ നമ്മുടെ അഭിപ്രായങ്ങൾക്ക് നമ്മുടെ സംസാരത്തിന് വിലയില്ലാത്തടത്ത് കയറി ചെന്ന് അഭിപ്രായം പറയരുതെന്ന് പറയില്ലേ, അതുപോലെയാണ് വിളിക്കാത്ത സദ്യക്ക് വിളിക്കാത്ത കല്യാണത്തിന് പോകരുതെന്ന് പറയുന്ന പോലെ. ഒരു വാല്യൂ ഇല്ല. പിണറായി വിജയൻ്റെ ഒപ്പീനിയനൊന്നും ഇവിടെ ഒരു വിഷയമല്ല. അത് ആരും ശ്രദ്ധിക്കുന്ന പോലുമില്ല, അത് ആരും ചോദിച്ചിട്ടുമില്ല. വെറുതെ എന്തിനാ ഇത് പറയണേ? സംസ്ഥാനത്തിൻ്റെ എടോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ഇതിൽ ഒപ്പിട്ടപ്പോൾ ഇത് 6000 കോടിയുടെ കടൽ കൊള്ളയാണെന്ന് ഇതേ മഞ്ഞപ്പത്രക്കാരൻ മുൻ ഫ്രണ്ട് പേജിൽ എഴുതി. ഇന്നലെ എഴുതി ഇത് LDF സർക്കാരിൻ്റെ ദീർഘവീക്ഷണാണ്. ഇന്ന് എഴുതുന്നു എന്ത്? സംസ്ഥാനത്തിൻ്റെ ആശങ്ക, താല്പര്യം ഹനിക്കരുത്. അതാ ഞാൻ പറഞ്ഞത്, ഡബിൾ തന്തയല്ല മൾട്ടി തന്ത സിൻഡ്രം എന്ന് ഞാൻ പറയാനുണ്ടായ കാരണം അതാ. 2 എന്ന് പറഞ്ഞാൽ അത് കുറഞ്ഞു പോകും. ഇത് 2 എന്നല്ല, എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. മനസ്സിലായില്ലേ? അത്രമാത്രം ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗതികേടിലേക്ക് ഇവറ്റകൾ എത്തി നിൽക്കുന്നത് എന്നുള്ളതാ. വല്ലാത്തൊരു ഗതികെട്ട ഒരു വർഗം എന്നല്ലാതെ എന്ത് പറയാനാ? എന്ത് കണ്ടാലും അതാണ് ഈ കാളപറ്റ്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തിങ്ക് ടാങ്ക് എന്ന് പറഞ്ഞപ്പോൾ കയറെടുത്തോടി. ഐ ആം ഓൺ മൈ ലെഗ്സ്, യു ഡോണ്ട് ഹാവ് എനി റൈറ്റ്സ് ടു ഇൻ്ററപ്റ്റ് എന്ന് പറഞ്ഞപ്പോഴും കയറെടുത്തു. അങ്ങനെ എന്ത് കേട്ടാലും കയറെടുക്കും. കാരണം എന്താ? ഇല്ലെന്നേ. ഇതൊക്കെ സതീശനാണെങ്കിൽ ഇതൊക്കെ വളരെ കൃത്യമായി അറിയുന്നതുകൊണ്ട് സതീശൻ ഇതൊക്കെ ഇടയിലിടയിൽ ഒറ്റത്തിരികലാണ്. ഇത് കേൾക്കുമ്പോഴേക്കും അപ്പം അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കയറെടുക്കൽ വലിയ ബുദ്ധിമുട്ടാകുന്നുണ്ടെന്ന് പിണറായി വിജയൻ എന്നെ തോന്നിയപ്പോഴാണ് മൂപ്പര് കരുതിയത്. ഇനിയിപ്പോൾ ഞാനായിട്ടൊന്നും പറയുന്നില്ല, മിണ്ടാതിരിക്കാന്ന് വിചാരിച്ചാൽ അതിന് സമ്മതിക്കുന്നുണ്ടോ? താനെന്തടോ അണ്ണാക്കിൽ പിരിവെട്ടിയ പോലെ ഇരിക്കുന്നേ, എന്തെങ്കിലും എഴുന്നേറ്റ് നിന്നൊന്ന് പറയടോ എന്ന് ബാലഗോപാലൻ പറയാ. അപ്പോൾ വിജയനിപ്പോൾ ഇന്നലെ പറഞ്ഞെന്തറിയോ? പഴയ പോലെ ഒന്നല്ല, ഗോപാലനൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഏത്? കഴിഞ്ഞ 5 വർഷം ഭരിക്കുമ്പോൾ ഗോപാലൻ ധനമന്ത്രി ആയിരുന്നപ്പോൾ ഇങ്ങനെയൊന്നും ഇരുന്നില്ല, കാല് നക്കായിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിലായപ്പോൾ ഗോപാലൻ ചോദിക്കും, എന്തടോ അണ്ണാക്ക് പിരിവെട്ടിയിരിക്കുകയാണോ, എഴുന്നേറ്റ് നിന്ന് വല്ലതും ഉരിയാടടോ എന്നാ പറയുന്നേ. അപ്പോൾ ഇന്നലെ കമലയെടുത്തിയോട് രാത്രി പറഞ്ഞതാ പിണറായി വിജയൻ, ഗോപാലനൊന്നും പഴയതുപോലെയല്ല, ആളാകെ മാറിപ്പോയി എന്നാണ് പറയുന്നത്. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ആകപ്പാടെ ഒരു പരവശം, ആകപ്പാടെ ഒരു അസ്വസ്ഥത. ഒന്നും പറയണ്ട. മഞ്ഞപ്പത്രക്കാരൻ്റെ വക തന്തയാവലും. ഇപ്പം പിണറായി വിജയൻ വിളിച്ചിട്ട് പറഞ്ഞേ, എല്ലാത്തിൻ്റെയും തന്തയാവാൻ എൻ്റെ തലയിൽ കെട്ടിവെക്കണ്ട, നിങ്ങൾക്ക് ആർക്കെങ്കിലും ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങളായിക്കോ, എല്ലാം എൻ്റെ തലയിലേക്ക് കെട്ടിവെക്കണ്ട എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ ദേശാഭിമാനിക്കാരന് നൽകിയിരിക്കുന്നത്.